ഒരു പടം കണ്ടായിരുന്നു. ആ പടം അടിപൊളി പടം, ഒരു അമേസിങ് ത്രില്ലർ പടം. ആരും ഒരു സാധനവും പ്രതീക്ഷിച്ച് വന്ന് പ്ലീസ് കാണരുത് പടങ്ങൾ. നിങ്ങൾ എന്താണ് ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്യുക. ഒരുപാട് നിങ്ങളെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ പടം തന്നെയാണ് 2024-ലെ. മിഥുൻ മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? അയ്യോ അതിക്കും മേലെയായി മിഥുൻ മാനുവലിൻ്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ. അപ്പോൾ ഇനി പുള്ളിക്കാണ് ഇനി ചലഞ്ച് വരാൻ പോകുന്നത്, അടുത്ത പടം ഇതിലും മെച്ചപ്പെടുത്തണം എന്നുള്ളത്. സോ ഇറ്റ്സ് ഗ്രോയിങ് ഫോർ ഹിം ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ ടു വാച്ച്. ജയറാമേട്ടൻ ഞെട്ടിച്ചോ? ജയറാമേട്ടൻ ഉറപ്പായിട്ടും ഞെട്ടിച്ചു. അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും, പ്രത്യേകിച്ച് ജയറാമേട്ടൻ ഇതുവരെ പിടിക്കാത്ത ഒരു ക്യാരക്ടറാണിത് എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. സോ ഡെഫിനറ്റ്ലി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മലയാളത്തിലേക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു സാധനമാണ്, ഒരു ഐറ്റമാണ് ചെയ്തത്. മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ആളിക്കത്തുന്ന ഇൻട്രോ ആയിരുന്നില്ലേ? കുറേ തീപ്പൊരി രംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്നിരുന്ന് കാണണം. അടിപൊളി. മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എങ്കിലും ആ പടത്തിന് വലിയൊരു ഡെപ്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിന് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. വളരെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ഒരു അമേസിങ് ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഓക്കെ, ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് അമേസിങ് മൂവി. ഒന്നും പറയാനില്ല. കാരണം മിഥുൻ മാനുവൽ മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ചിട്ട് മിഥുൻ ചേട്ടൻ്റെ മറ്റൊരു മാജിക്കാണ് ഈ മൂവിയിൽ ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവാണ് ഈ മൂവിയോട് സാധ്യമായിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന നമ്മളെ ജയറാമേട്ടൻ, അതിൻ്റെ ഒരു വലിയൊരു മാജിക് നമ്മളിവിടെ കണ്ടു. പിന്നെ പറയാനുള്ളത് ആ ട്വിസ്റ്റ് ആരായിരിക്കും. നിങ്ങൾ പുറത്ത് ഇതിനെപ്പറ്റി വലിയൊരു ചർച്ച നമുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു, ട്വിസ്റ്റ് ആരാണ് എന്നുള്ളത്. ആ ട്വിസ്റ്റ് ആരല്ല, മമ്മൂക്കയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും മമ്മൂക്ക. പക്ഷെ മമ്മൂക്കയുടെ മറ്റൊരു ഡ്രാമ, മറ്റൊരു ക്യാരക്ടറൈസ്ഡാണ് നമ്മളിവിടെ മിഥുൻ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതും എനിക്ക് പറയാനില്ല, നോ വേർഡ്സ്. പിന്നെ അനശ്വര ആയിരുന്നാലും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ മൂവിയിലുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാലും മേക്കിംഗ് ഇറ്റ്സ് അമേസിങ്. BGM ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് എ ത്രില്ലർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്രയും നാളും മിഥുൻ ചേട്ടൻ്റെ മൂവി കണ്ടത് പക്ഷേ ഇറ്റ്സ് ത്രില്ലർ എക്സ്പീരിയൻസ്. സോ ഇറ്റ്സ് അമേസിങ്. സോ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. കാരണം ഇറ്റ്സ് ഓസം. ഫിലിം അടിപൊളിയായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു മൂവി. ജയറാമിൻ്റെ നല്ലൊരു കമ്പാക്ക്, നല്ലൊരു ക്യാരക്ടർ പുള്ളിക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ കിട്ടും. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് വേറൊരു ക്യാരക്ടർ വരുന്നത്. ഒരുപാട് ഹൈപ്പുള്ള ക്യാരക്ടറായിരുന്നു. ഞാൻ പൊളിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞാണ്. ബട്ട് ആ ക്യാരക്ടർ മൂവിയിലേക്ക് വന്നപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് നൈസായിരുന്നു. ബട്ട് ഞാൻ കുറച്ചുകൂടി ഓവർ എക്സ്പെക്ട് ചെയ്തോണ്ടാണെന്ന് അറിയില്ല, ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ എൻ്റെ പ്രശ്നം ഒരു 80% ഹാപ്പിയാണ്. ജയറാമിൻ്റെ നല്ലൊരു കമ്പാക്ക്, നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ക്ലൈമാക്സും ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഒരു തിയേറ്ററിൽ വന്ന് അടുത്തത് സംഭവിക്കുന്നുള്ളത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും, ജഗദീഷ് എന്നായാലും യങ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അത് 2 കാലഘട്ടം കാണിക്കുന്നത്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പറയേണ്ടത് ഒരു 5ാം ഭാഗത്തിന് പ്രതീക്ഷിച്ച് പോകുന്നത്. ആ ഒരു മേക്കേഴ്സ് തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ്. ആ ഒരു ഇമോഷണൽ ത്രില്ലർ പ്രതീക്ഷിച്ച് പോയാൽ ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ മീ. എനിക്കൊരു 80% സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. എന്ന് വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ്. ശരിക്കും ജയറാമേട്ടൻ്റെ ഓരോ രംഗം കാണാൻ നമുക്ക് രോമാഞ്ചം വന്നു. അത്രയ്ക്ക് അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല. ശരിക്കും നമ്മൾ കൈ അടിക്കേണ്ടെന്ന് വിചാരിക്കുമ്പോൾ അറിയാണ്ട് കൈ അടിച്ചു. അത്രയ്ക്ക് അടിപൊളി പടം. ഇതിൽ ചെറിയ രംഗങ്ങളിൽ എനിക്ക് രണ്ടുപേർക്ക് അഭിനയിക്കാൻ പറ്റിയത് അതിൻ്റെ വലിയൊരു ഭാഗമായിട്ട് കാണണം. അതേപോലെ മിഥുൻ സാർ ഒരു രക്ഷയില്ല, അടിപൊളി. താങ്ക് യു സോ മച്ച്. മമ്മൂക്ക എങ്ങനെ ഞെട്ടിച്ചോ? ഇതിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അടിപൊളിയാണ്. എന്തായാലും വന്ന് കാണണം. ഇതിൽ കുറേ ഹൈഡ് ചെയ്ത് കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളി. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതിൻ്റെ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചത്. ആൻഡ് ഭയങ്കര ത്രില്ലിലാണ്. സെക്കൻഡ് ഹാഫിന് ശേഷം പടം ഒരു പോക്കുണ്ട്. ശരിക്കും മമ്മൂക്ക ഞെട്ടിച്ചോ? എന്താ പറയുക, ഞാൻ ഇത് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമാൻ കഴിഞ്ഞ് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നു. മിഥുൻ മാനുവൽ തോമസിനെ പോലെ ജ്യേഷ്ഠ തുല്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു കഥാപാത്രത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവരോടും പറഞ്ഞു പോലെ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് സന്തോഷത്തിലാണ്. താങ്ക് യു സോ മച്ച്. അതെ എന്താ പറയുക, എല്ലാവരെയും പോലെ നമുക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പേടി, ഓഫ് കോഴ്സ് പേടി, ഒരു 100% പേടി ഉണ്ടായിരുന്നു. പിന്നെ അത്രത്തോളം കംഫർട്ടാക്കിയിട്ടാണ് ക്രൂ മെമ്പേഴ്സ് ആയാലും ആരായാലും എല്ലാവരും അത്രത്തോളം കംഫർട്ടാക്കിയിട്ടായിരുന്നു ഷൂട്ടിങ്ങും പ്രോസസ്സും കാര്യങ്ങളും.
ഓക്കെ താങ്ക് യു.